this area, so when you touch this, what happens is you're sending impulses ഞരമ്പി കൂടെ ഇങ്ങനെ impulses ചെന്നിട്ട് ബ്രെയിനിലേക്ക് പോയി ഇൻഫർമേഷൻ തന്നിട്ടാണ് നമുക്ക് ഫീലിംഗ് ആയിട്ടോ ഇമോഷണൽ ഫീലിംഗ് ആയിട്ടോ ഓർ അവർ ബോഡി സെൻസേഷൻ ആയിട്ട് നമുക്ക് പെർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ സ്കിൻ ലാർജ് ഏരിയ ആയതുകൊണ്ട് touch becomes a very important part of life. Every aspect, daily use, daily life, we need touch. Now, how does it affect the child? How do we use touch in the development of child? So here, touch is the first sense organ to develop in a newborn. It starts in the uterus itself. It starts at around 8 weeks of age in the uterus. Here, the child is molded by the touch of the amniotic fluid. So over here itself, the touch starts. When the child is born, so what happens when the child is born? It is helpless, and we tend to actually, naturally, any mother will feel like holding the child, caressing the child. Anybody, I think every human beings, when you see small children or little newborns or even animal kids also, when you see, you feel like holding, alle kettipidikanum alle talodanum okke namukku thonil varille. That is an instinctive feeling that we have when we see a child. So the tendency to hold the child, ഈ ചൈൽഡിനെ പിടിച്ച് ഇങ്ങനെ തലോടാനും അതിനെ കെയർ ചെയ്യാനും പറ്റുന്നത് ഈ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ബോണ്ടിങ്. നോട്ട് ഓൺലി മെറ്റേണൽ ചൈൽഡ് ബോണ്ടിങ്, ബാക്കിയുള്ളവർ ഇങ്ങനെ കുഞ്ഞിനെ കാണുമ്പം നമ്മൾ എടുക്കൂലേ. സോ ആക്ച്വലി കുഞ്ഞുങ്ങൾക്ക് ഫ്രം വിത്തിൻ 1 year ഇനഫ് ഓഫ് ടച്ച് ആൻഡ് കാരസിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഈ ഒരു ടച്ചും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അവര് വലുതായി വരുന്നത്. മോൾഡ് ചെയ്യുന്നത് ടച്ച് കാരണമാണ്. സ്റ്റാർട്ടിങ് ഫ്രോം ഇൻ യൂട്രോ, വെളിയിൽ വന്നിട്ട് നമ്മൾ ടച്ച്, മദേഴ്സ് ബ്രസ്റ്റ് ഫീഡിങ്, മദേഴ്സ് കാരസിങ്, ബാക്കിയുള്ള ഒരു ഹോൾഡ് ചെയ്യുന്ന ബേബീനെ. ബട്ട് ആസ് ഏജ് ഗോർ, വലുതായി വരുന്ന ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ടച്ചും കാരസിങ്ങും കുറച്ച് അങ്ങ് കുറയാൻ തുടങ്ങും. ചൈൽഡ് കുറച്ച് നോട്ടി ആയി തുടങ്ങും, നമ്മൾ സ്കോൾഡ് ചെയ്യാൻ തുടങ്ങും, അടിക്കാനൊക്കെ തുടങ്ങും അല്ലെ. കുറച്ചുകൂടെ ഇങ്ങനെ ഏജ് ആയിട്ട് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ ടച്ച് നമ്മൾ അങ്ങ് വിട്ട് we start punishing the child, alle. So once the child you start punishing the child, there will be regression in growth. Child starts becoming depressed, stressed out. All these things will start happening because of lack of touch. Same way, ഈ new 1 to 2 years preschool stage വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ more of what do you call punishments and restrictions അങ്ങനെ വരാൻ തുടങ്ങും. സ്കൂളിൽ വിട്ടാലോ അവിടെയും റെസ്ട്രിക്ഷനും ടച്ച് ഓഫ് ദ ആക്ച്വലി ടീച്ചേഴ്സ്. നോ ടീച്ചേഴ്സ് എവർ ടച്ച്. ആരെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്? ടീച്ചേഴ്സ് ആരെങ്കിലും കുഞ്ഞുങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ LKG സ്റ്റുഡൻസ്, ദി ആർ ഓൾ റിസ്ട്രിക്റ്റഡ്. ആൻഡ് അവരെല്ലാരും ഇങ്ങനെ ഒരു എന്താ പറയുന്ന റൂൾ പോലെ ഇങ്ങനെ ഇരിക്കും, ഒബേയിങ് ഓർഡേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാരും പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. ടച്ചിന്റെ ഒരു ഇത് വരുന്നില്ല അവിടെ. ബട്ട് ഇഫ് യു ടച്ച് എ ചൈൽഡ് ആൻഡ് ഹെൽപ്പ് ദ ചൈൽഡ് ടു ഡു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടും കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിട്ടാണ് കുട്ടികൾ അത് ചെയ്യുന്നത്. നമ്മൾ കുറെ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, നോട്ടി ചിൽഡ്രൻ അവര് എന്താ പറയുക ലീഡേഴ്സ് ആക്കിയാൽ അവർ കുറച്ചുകൂടെ മോർ റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത് ഒക്കെ അങ്ങനെ because of this kind of regression due to lack of interaction, emotion interaction and touch. So this what happens when the child becomes a little older. But what about adolescent? During adolescent period from 10 to 20 years, they are in a developing stage. They are not child and they are not even adults. They are in the intermediate stage. ആ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ അഗ്രഷനും because of all the hormonal actions they become more aggressive. They don't like you to touch. അങ്ങനെ ടച്ച് ചെയ്യാൻ ചിലപ്പോൾ സമ്മതിക്കില്ല, ദേഷ്യമാണ്. they criticize you, they don't want to obey you അല്ലെ. ആ ഒരു സ്റ്റേജിലാണ് adolescence വരുന്നത്.
So actually the touch, when you start from the beginning, it really കൊച്ചുങ്ങളെ മോൾഡ് ചെയ്ത അഡൽട്ട്ഹുഡിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു നോർമൽ ഹ്യൂമൻ ഇൻഡിവിജ്വൽ ആക്കാനാണ് നമ്മൾ ടച്ച് തെറാപ്പി കൊച്ചിലെ തന്നെ, മീൻസ് ഫ്രം ബർത്ത് throughout the development stage we have to continue till the child becomes an adult. It is the first sense actually of to develop. So once this how is the mechanism, how does this touch actually action എങ്ങനെയാ വരുന്ന ഈ ടച്ച്, how does it help us? So once you have this receptor stimulated by touching, what happens is impulses ആ ഞരമ്പിൽ കൂടെ പോയിട്ട് നമ്മുടെ ബ്രെയിനിലേക്കാണ് പോകുന്നത്. അതേ സമയത്ത് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. This hormone is known as oxytocin, serotonin and dopamine. These all hormones are actually, oxytocin is called a love hormone and dopamine is called a pleasure hormone. So these hormones are soothing hormones. Because of this touch they get liberated. ബോഡിയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് different parts of the body action start ചെയ്യും. That means on the heart, mainly on the heart. ഹാർട്ടിൽ ഇങ്ങനെ ആക്ഷൻ വരുമ്പോഴത്തേക്ക് ഹാർട്ട് റേറ്റ് കുറയും, BP കുറയും, റെസ്പിറേറ്ററി റേറ്റിൽ ചെസ്റ്റ് ലങ്സിൽ ആക്ഷൻ വരുമ്പോഴത്തേക്ക് ആ റെസ്പിറേറ്ററി റേറ്റ് കുറയും. ഓൾ ദിസ് റെസ്പിറേറ്ററി റേറ്റ് കയറി വരുന്ന ടൈം ആങ്സൈറ്റി, സ്ട്രെസ്, ആ ഒരു ടൈമിലാണ് നമ്മുടെ റേറ്റും ഹാർട്ട് റേറ്റും BP ഒക്കെ കൂടുന്നത്. സോ ഈ ഹോർമോൺസ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആ ഒരു സൂതനിങ് ഇഫക്റ്റ് ബോഡിയിൽ വരാൻ തുടങ്ങും. There will be low pressure, respiratory rate comes down and feeling well-being, or feeling very your hormone ഇറങ്ങി വരുമ്പോൾ. This is the idana mechanism, touch inde oru mechanism. What happens when we touch? This is what happens when you touch a child. And touch എന്ന് പറയുമ്പോൾ just not touching. എല്ലാവരും ഇങ്ങനെ ബേബീസിനെ ടച്ച് ചെയ്യും, in the sense ഡൈപ്പർ മാറ്റും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് ക്ലീൻ ചെയ്യണ ആ ടച്ചിന്റെ കാര്യമല്ല പറയുന്നത്. തലോടൽ, കാരസിങ്, ടോക്കിംഗ് ടു ദ ചൈൽഡ്, മടിയിലിരുത്തി, ഇങ്ങനെ ആ ടച്ചാണ് which will produce these kind of hormones. So when you do this kind of a touching in the child, these hormones action വന്നിട്ട് കുഞ്ഞിന് ഒരു വെൽബീങ് വരും, ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യും, ലെസ് അഗ്രസീവ് ആവും. ദിസ് ഇസ് എ ലോങ് ടേം ഇഫക്റ്റ് ആണ് കുഞ്ഞിന്. ആ കുട്ടി പിന്നെ വലുതായി വരുന്ന ഒരു അഡൽട്ട് ഹു ബിക്കംസ് ഹ്യൂമൻ ഫീലിംഗ് ഉള്ള അഡൽട്ട് ആവും. സോ എവറിഥിങ് സ്റ്റാർട്ട്സ് ഫ്രം birth. This is what is most important. See, during newborn period, once the mother delivers the child, if the child is sick in our NICU, ഞങ്ങളുടെ NICU പണ്ട് 20 years back നമ്മൾ യൂഷ്വലി ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഡോണ്ട് ടച്ച് ദ ബേബി അങ്ങനത്തെ ഒരു നോർമയിൽ കൊണ്ടു നടന്നത്. ബട്ട് ലേറ്റർ ഇറ്റ് സ്റ്റാർട്ടഡ് കമ്മിങ് ഔട്ട്. അങ്ങനെ നമുക്ക് മസാജിങ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഭയങ്കര സ്പീഡിൽ റിക്കവർ ചെയ്യും. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രീ ടേം ബേബീസ് ഇങ്ങനെ NICUലേക്ക് എത്തുമ്പം ഇൻക്യുബേറ്ററിലല്ല, നമ്മൾ വെളിയിൽ ഇങ്ങനെ ലൈറ്റിന്റെ അടിയിൽ വെച്ച് നമ്മൾ 2 നേരം സ്കിൻ ഓയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് റിക്കവറി ഫാസ്റ്റ് ആണ്. നമ്പർ ഓഫ് സ്റ്റേസ് NICUലെ സ്റ്റേയും കുറയും. വേറൊരു രീതി ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കാര്യം കങ്കാറു കെയർ ആണ്. കങ്കാറു കെയർ കേട്ടിട്ടുണ്ടോ? ഈ കങ്കാറു കെയർ എന്ന് പറയുമ്പം ദിസ് ആക്സിഡന്റലി ഹാപ്പൻ. കൊളംബിയയിൽ ഒരു ഹോസ്പിറ്റലില് കുറേ ന്യൂ ബോൺസ് ജനിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവർക്ക് ഇങ്ങനെ പ്രീടേം ബേബീസ് നിറച്ചു വന്നപ്പോഴത്തേക്ക് ഇൻക്യുബേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എക്സോസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ ഡോക്ടർ എഡ്ജ് എന്ന് പറഞ്ഞ ഡോക്ടർ, he just thought നമുക്ക് നാച്ചുറലി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ അമ്മയുടെ അടുത്തൊന്ന് കിടത്തി നോക്കിയാലല്ല, ബട്ട് അമ്മയുടെ നെഞ്ചിൽ ഇങ്ങനെ കുഞ്ഞിനെ നേക്കഡ് ആയിട്ട് ഓൺലി ഡൈപ്പർ കെട്ടിയിട്ട് അമ്മയുടെ നെഞ്ചിന്റെ ഉള്ളില്, മീൻസ് ദ മദേഴ്സ് ബെയർ സ്കിന്റെ ഉള്ളില് വെച്ച് കൊച്ചുങ്ങളെ ഇങ്ങനെ നേർച്ചർ ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ ദേ ഫൗണ്ട് ഡിഫറൻസ്. ആ ഇൻക്യുബേറ്ററിൽ കിടന്ന കുഞ്ഞും ഈ ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും
ആ റിക്കവറി സ്പീഡ് വളരെ നല്ലതായിരുന്നു ഈ ബേബീസ് വിത്ത് കങ്കാറു കെയർ. സോ നൗഡേസ് നമ്മുടെ എല്ലാ വലിയ ഹോസ്പിറ്റൽസ് കങ്കാറു കെയർ ഇപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. തീരെ ക്രിട്ടിക്കൽ സിക്ക് ബേബീസിന് പറ്റില്ല. അത് നമുക്ക് IV ഫ്ലൂയിഡും ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പറ്റില്ല. ബട്ട് വൺസ് ആ ഒരു ചെറിയൊരു റിക്കവറി വന്നു കഴിഞ്ഞാൽ വി ഓൾവേസ് അഡ്വൈസ് മദർസ് കങ്കാറു കെയർ. ആ കുഞ്ഞിനെ ഇങ്ങനെ ഉള്ളിൽ വെച്ച് കുഞ്ഞിനെ പതുക്കെ താഴെ ഇറക്കിയിട്ട് പാല് കുടിപ്പിക്കാം. അങ്ങനെ തന്നെ ഇരുത്തിയാൽ കുഞ്ഞ് അമ്മയുടെ ബോഡിയുടെ ടച്ച്, അമ്മയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കും, അമ്മയുടെ സ്മെൽ കേൾക്കും, അമ്മയുടെ ബോഡിയുടെ ആ സെൻസേഷൻസ് കുഞ്ഞിന് പിക്കപ്പ് ചെയ്യും. ഇങ്ങനത്തെ പിള്ളേർക്ക് വെയിറ്റ് ഗെയിൻ നല്ലൊരു ഇംപ്രൂവ്മെന്റ് കാണാറുണ്ട്. സോ ദെയർ ഇറ്റ് സെൽഫ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ എല്ലാ ബേബീസിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ ബേതിങ്, ജസ്റ്റ് ബിഫോർ ബേതിങ് ഒരു ഓയിൽ മസാജ് ചെയ്യണം. ഓയിൽ മസാജ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, പണ്ട് തൊട്ട് എല്ലാവരും ഓയിൽ മസാജ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഈ ഫിംഗേഴ്സ്, ഈ 5 ഫിംഗേഴ്സിൽ നമ്മൾ മസാജ് ചെയ്താൽ യു ഗെറ്റ് സ്റ്റിമുലേഷൻ ടു ഓൾ ദി ഇന്റേണൽ ഓർഗൻസ് റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കൈപ്പത്തിയും കാലിന്റെ പാദവും. അത് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യും, ഓരോ വിരലിങ്ങനെ വെച്ചിട്ട്, എസ്പെഷ്യലി തമ്പ് എന്ന് പറയുന്നത് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ റിപ്രസെന്റേഷൻ ആണ്. മാക്സിമം ബ്രെയിൻ റിപ്രസെന്റേഷൻ വരുന്നത് തമ്പിലാണ്. സോ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു വഴിയാണ്. അത് നമ്മൾ ആ പതുക്കെ മസാജ് ചെയ്ത്, ഞാനിപ്പോ എല്ലാ പിള്ളേരും ഡിസ്ചാർജ് ചെയ്യും മുമ്പേ പറയുന്നൊരു അഡ്വൈസ് ആണ് മസാജ് ചെയ്യുന്ന, കൈ മസാജ് വിത്ത് ഓയിൽ മസാജ് ചെയ്യുക, കൈയും കാലും പിടിക്കുക. അക്കോർഡിംഗ്ലി ഇങ്ങനെ നമ്മുടെ ഫിംഗർ മസാജ് ചെയ്ത്, എസ്പെഷ്യലി നമുക്ക് ബ്രെയിൻ ഇംപ്രൂവ്മെന്റ് സ്റ്റിമുലേഷൻ വരും, ബ്രെയിൻ ഇംപ്രൂവ് ചെയ്യും. പിന്നെ ദിസ് മസാജിങ് ഓൾസോ, ടച്ച് തെറാപ്പി, ദ ഡിഫറൻസ് അവര് കുറെ സ്റ്റഡീസ് നടത്തിയിട്ട് ഒരു കമ്പയറിങ് ആൻ ഓർഫനേജിൽ ഉള്ള പിള്ളേർക്ക് ഈ ടച്ച് അഫെക്ഷനോ അങ്ങനെയൊന്നും കൊടുക്കാനുള്ള എന്താ പറയുന്ന നമ്പർ ഓഫ് പീപ്പിൾ ഇല്ല, നോക്കാനും പീപ്പിൾ ഇല്ല. അവര് ഒന്നിച്ചിങ്ങനെ കിടക്കും, അവരുടെ ഡയപ്പർ മാറ്റും, ഫീഡിങ് നടത്തും. അങ്ങനെ ബേബീസ് ആർ ജസ്റ്റ് ഗ്രോൺ അക്കോർഡിംഗ്ലി. അങ്ങനത്തെ പിള്ളേരെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ CT സ്കാൻ, MRI സ്കാൻ ഒക്കെ ഒരു സ്റ്റഡീസ് ഒക്കെ നടത്തി. അവര് കാണിക്കുന്നത്, CT സ്കാൻ, MRI സ്കാൻസ് ഒക്കെ കാണിക്കുന്നത് ബ്രെയിനിന്റെ ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ആണ്. സോ ഇവരുടെ ഡെവലപ്മെന്റും സ്റ്റാൻഡേർഡാണ്. അവര് ഡിപ്രഷനില്, സ്ട്രെസ്, ആങ്സൈറ്റി എല്ലാം കൂടുതലാണ് ഇങ്ങനത്തെ പിള്ളേർക്ക്. നേരെ മറിച്ച് കെയർ ചെയ്ത് ടച്ച്, നീഡ് നോട്ട് ബി അമ്മ തന്നെ ആവശ്യമില്ല, ഒരു കെയർ ടേക്കർ അതിനെ തലോടിയാലും കെയർ ചെയ്താലും, നോട്ട് ജസ്റ്റ് ടച്ചിങ് ആൻഡ് റിമൂവിങ് ദ ഡയപ്പർ ആൻഡ് ഗിവിങ് ഫീഡ്സ് ആൻഡ് just putting the side, adalla, that is another type of touch. But this touch is important, like caressing the child, tapping him, hugging him, kissing the child. These are all important touch that will create, which will produce this hormones. Ingante hormones varunathu ingante touch illana. So this touch is most important for developing. And even adolescent, when you go following this after for 10 to 18-year-old children, since they are all in an half adult and half child stage, their hormones are all interacting. Here also we can actually reduce their stress by just giving them a tap or just giving a handshake. They might not allow you to hug you and all that, because maybe irritable, they feel uncomfortable, they feel awkward. Maybe they don't want to touch because it's that stage. But we as parents, we can continue cheyam, pat them on the back and hug them. Just one simple small hug, or just shake hand, or just say a word, hi, allengi good morning, allengi good night. Anganekka parayan every day if you do, there will be a lot of change in aggressive children actually. So now what is the good effect? എന്താണ് ശരിക്കും ടച്ചിന്റെ ഗുണങ്ങൾ? ടച്ചിന്റെ ഗുണം എന്ന് പറയുമ്പോൾ it is a signal for safety and trust in later life. So it soothes the person. This
is all ഇതെല്ലാം തുടക്കമാണ്. From the base, if you start only, you can get a individual who is very human and natural, interacting socially, who can confront any problem in life, who is less stressed, who has no anxiety. So like this, who will have positive thinking. This is the effect of touch. He become optimistic, and towards the world he becomes optimistic. So they become compassionate also, and they will know അവർക്ക് individual relationships maintain ചെയ്യാൻ അവർക്ക് പറ്റും. ഇങ്ങനത്തെ ഡെവലപ്പ് ചെയ്ത കുഞ്ഞുങ്ങള്, ലെസ് അഗ്രസീവ് ചിൽഡ്രൻ. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ സ്റ്റഡീസ് ഇങ്ങനെ so many studies have come out showing that ഇങ്ങനെ ചെയ്ത് ടച്ച് ഉള്ള പിള്ളേര് are more stable, less anxious, they can interact more. Those who are not given touch കൊടുക്കാത്ത പിള്ളേര് are more sensitive, they are always aggressive, always anxiety ഉണ്ട്, and they cannot confront any problem in their life. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണ് അങ്ങനത്തെ പിള്ളേർക്ക്, who have not been receiving proper touch. So what touch does is it helps you to be more social, less anxiety will be there, and more pleasant and less angry. These are the most important points about our touch. Now what does the touch do? Means what is the negative thing about touch? Touch also boosts our immune system, and നമുക്ക് immune system improve ചെയ്ത് infections കുറയും, child becomes healthy, and good heart, and what do you call, our late elderly type of illness like heart attack and BP and cholesterol, all that is less in these kind of children with positive touch. So the what is the thing, what is the bad effect of not touching child? When you don't touch a child, all what I've said, the opposite happens. So when you don't touch a child, he becomes more sensitive to, hypersensitive to every, എല്ലാ കാര്യത്തിനും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, always thinking, always anxious, always stressed out. And when you have this anxiety and stress വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ വേറൊരു ഹോർമോൺ വരും, ദാറ്റ് ഇസ് കോർട്ടിസോൾ. കോർട്ടിസോളിന് എഗൻസ്റ്റ്, നമ്മുടെ ബോഡിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. It is a hormone that what you got make you flee and run away from problems. That kind of a hormone, what does it raises your heart rate, respiratory rate ഒക്കെ increase ചെയ്യും. All this opposite to ഞാൻ പറഞ്ഞ 3 ഹോർമോൺ ഇല്ലേ, ആദ്യം പറഞ്ഞ ഹോർമോൺസ് സിറട്ടോണിൻ, ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇതൊക്കെ ഇങ്ങനെ ബ്ലഡിൽ റേസ്ഡ് ആയിട്ടിരിക്കും ഇങ്ങനത്തെ പിള്ളേർക്ക്, ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ള പിള്ളേർക്ക്. സോ ആൻഡ് ദിയർ ഗ്രോത്ത് ഓൾസോ ഇസ് സ്റ്റാൻഡേർഡ്. സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഓർഫനേജ് പിള്ളേരുടെ ഗ്രോത്ത് കമ്പയർഡ് ടു നല്ല ഈ ടച്ച് ഉള്ള പിള്ളേരുടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓർഫൻ ചിൽഡ്രൻ ആ സ്റ്റാൻഡേർഡ്, ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ആണ്. MRI scan showing small brains for ingante pillaru. So it is most important, and they are always anxious and distressed, and they lack sleep. Orko illa pillarku, they are always, they might be very naughty and hyperactive. They keep doing naughty things and they get scolding, and ingane kore ingane cycling ingane continuous aayittu ingane ee pillarku affect cheyyumboldekku their growth is very poor, and they will not be able to confront the life. Later in adulthood life also, they become a failure. So these are the things that will happen when you prevent this touch during childhood period, starting from birth, preschool and adolescent. All this is very important. So actually what I would like to tell the parents-നോട് പറയുന്ന advice, always be warm and loving, responsive to your child. എപ്പോഴും കെയർ കാണിക്കണം. of course എല്ലാരും സ്ട്രെസ്സിലാണ്, അമ്മമാർ എസ്പെഷ്യലി അവര് ഭയങ്കര സ്ട്രെസ്സിലാണ്, വീട്ടുകാരെല്ലാം ചെയ്യണം,
മേ ബി വർക്കിംഗ് വിമൻ ആയിരിക്കും, വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് പിള്ളേരുടെ കാര്യം നോക്കണം. They might be the only people who are doing things for the child, but if they are given help, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത, അവരുടെ ഹസ്ബൻഡ്സ് ഒന്ന് സപ്പോർട്ട് ചെയ്ത, ഈ ഒരു സ്ട്രെസ്ഡ് മദറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡ് കൂടെ നിന്നാ മതി, ഒരു പാറ്റ് നിന്നാ ആ ഹസ്ബൻഡ് ഒരു പാറ്റ് കൊടുത്താൽ മതി. അതേപോലെ അമ്മയും ഹസ്ബൻഡിനെ ഒരു ഹഗ് ഒരു പാറ്റും കൊടുത്താൽ ഇവർക്കും ഒരു നല്ല ഫീലിംഗ് വരും. ആൻഡ് ദേ ക്യാൻ ടുഗെദർ, രണ്ടുപേരും ടുഗെദർ ആയിട്ട് കുഞ്ഞുങ്ങളെ ലവിങ് ആയിട്ട് with warmth and respond to the child. Always talk to the child. അല്ലെങ്കിൽ പുസ്തകം വായിച്ചു കൊടുപ്പിക്കുക, sing to the child, always be together with the child. കഴിക്കുമ്പോഴും അല്ലെങ്കിൽ when you're watching a movie, cuddle together. എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു സെറ്റിയിൽ തന്നെ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു സിനിമ കാണുമ്പോൾ അതിന് ആ ടച്ച് എഫക്റ്റ് കൂടുതലുണ്ട്. Try avoid TV. Most of the TV shows, try to avoid TV because it makes a very bad impact on the child. കുഞ്ഞിനെ അവിടെ മിക്ക പാരന്റ്സും പറയുന്ന ഒരു വേർഡാണ്, മിണ്ടാണ്ട് അവിടെ ഇരിക്കും, so they can do their work. അങ്ങനെയാണോ? Nowadays everybody is on TV and everybody is on mobile. So that is destroying the child. It's a big boom now in ഒരു problem is coming huge because of all these online classes. So many problems are cropping up. കാണുന്ന എല്ലാ ദിവസവും കാണുന്ന പ്രോബ്ലംസ് ആ. ബട്ട് പാരന്റ്സ് ഒരു ജസ്റ്റ് ഇഫ് ദേ കീപ്, അവർ ഈ ഒരു കാര്യത്തില് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നാൽ, നോ മൊബൈൽസ് ആൻഡ് നോ ടിവിസ്, ടുഗെദർനെസ് വിത്ത് പ്ലേയിങ്, യൂസ് പഴയ പോലെ നമുക്ക് ബുക്കുകൾ കൊണ്ടുപോവാം, take all this playing games together, sitting and playing games together. All this very important. So if you can avoid TV, it's the most important thing. When even adolescent children, don't ignore them. Always do what I have told you earlier. Give them a tap, give them a hug, and make them feel that they are wanted. That's most important. And always encourage children to play exploring type of games. Adana ഏറ്റവും important. So I know from this I have just given you some points of touch. I'm sure this what I have told you, some points would help you to bring up your child in a better way. Okay, Usha? Yes, doctor. Child, yes, Alice ma'am. Yes. Thank you, doctor, for the talk. ആ ടച്ചിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഫീലിംഗ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഒരു അഡൾട്ടിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ടച്ച് അത്യാവശ്യമാണ്, അല്ലേ? നമ്മൾ അവസാന കാലത്ത് ഞങ്ങളുടെ കൗൺസിലിംഗ് കേസുകളെ വെച്ചിട്ട് പറയാം കേട്ടോ, അവസാനം വയസ്സാവുമ്പോൾ നമ്മളെ ടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ എപ്പോഴെങ്കിലും ഒന്ന് ടച്ച് ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നു ആ ടച്ചിങ് ചെറുപ്പത്തിലെ കൊടുത്താൽ മാത്രമേ ആ ടച്ച് നമുക്ക് കിട്ടുള്ളൂ. അതിന് പ്രത്യേക ടൈം ഒന്നും വേണം. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അതിന് പ്രത്യേക ടൈം ഒന്നും വേണ്ട. ഒരുമിച്ച് മാം പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ചൊരു കട്ടിലിൽ കിടക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് സോഫയിൽ ഇരിക്കുക, ആ ഒരു അല്ലെങ്കിൽ TV കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈപിടിക്കുക, അതൊക്കെ ഒരു ടച്ചിന്റെ ഒരു വകഭേദം തന്നെയാണ്. അത് കാണുന്ന കുട്ടികള് അവര് നമ്മളെ വയസ്സുകാലത്തും എനിക്ക് തോന്നണേ ടച്ചിങ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ. ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, എന്റെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കുറെ എണ്ണ എടുത്തു വന്നിട്ട് ആ തല എടുത്തു വെച്ചിട്ട് ആ തലയിൽ എണ്ണ തേച്ച് തരിക എന്ന് പറയാണ്. അപ്പം പ്രായമായ കുട്ടികളാണ് എന്റെ കുട്ടികൾ രണ്ടും. ഇപ്പൊ ഞാൻ ഒരു ചാൻസ് ഒന്ന് പറയാണ്, മാമിന്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉണ്ടായത്. എന്റെ ഡോക്ടർ ഏതായിരുന്നു വെച്ചാല് ഡോക്ടർ ജോസ് മറി ആയിരുന്നു. പിന്നെ പീഡിയാട്രീഷ്യൻ നമ്മുടെ ഡോക്ടർ എം ആർ നായർ. അപ്പൊ കുട്ടികള് നമ്മള് ഇപ്പൊ എത്ര പ്രായമായാലും ആദ്യം വരുന്ന എണ്ണ തേക്കാനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെണ്ണയൊന്നും സാധാരണ തേക്കുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. വരുമ്പോ തന്നെ കുറെ എണ്ണ എടുത്തു വന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചെറുപ്പത്തിലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിടിച്ചിരുത്തിയായിരിക്കും അന്ന് ചെയ്തത്. അന്ന് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇന്ന് അവർക്ക് അത് അത്യാവശ്യമാണ്, അതുകൊണ്ട് വരുന്നു. അപ്പൊ നമ്മൾ കൊടുത്തത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഒരു നല്ല ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ ശരിക്കും
ചെറുപ്പത്തിലെ മുതൽ ശ്രദ്ധിക്കണം. അതിൽ ടച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ ത്വക്ക് രോഗങ്ങളുടെ ഞാൻ കേട്ടിട്ടുണ്ട്. മാഡം അത് കഴിഞ്ഞിട്ടൊന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ പറ്റി ഒന്ന് പറയാം. ത്വക്ക് രോഗങ്ങൾക്കും ഇങ്ങനെ ടച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. അപ്പം എങ്ങനെയായാലും ടച്ച് കൊണ്ട് നമുക്ക് ഒരുപാട് ഇന്റിമസി ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കുട്ടികളിൽ. ആ ഇന്റിമസി ആണല്ലോ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതും ആ ഇന്റിമസി ആണല്ലോ. എന്റെ ഏജ് ആയതുകൊണ്ടായിരിക്കും ഞാൻ ഈ തിരിച്ചു കിട്ടുന്ന കാര്യം എപ്പോഴും പറയുന്നത്. അപ്പം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ആ ഇന്റിമസി അന്നേ കൊടുത്തിരിക്കണം. അതിന് ടച്ച് നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇനിയിപ്പോ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ട് ഈ ഓണത്തിന്റെ ഇടയ്ക്ക് ഒരു കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ അതിനെ കുറിച്ച് കൂടി പറയാം. ഞങ്ങൾക്ക് ഒരു നെക്സ്റ്റ് വർക്ക്ഷോപ്പ് ലയൺ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അത് 25, 26, 27 ഇതിനോടൊക്കെ അനുബന്ധിച്ചുള്ള ഒരു സംഗതി തന്നെയാണത്. ഒരു ഹ്യൂമൻ ബീങ്, നല്ലൊരു ഹ്യൂമൻ ബീങ്ങിനെ വാർത്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് 25, 26, 27 ഒക്ടോബറിലാണ്. അപ്പം അതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നമ്മളൊരു ഷീപ്പ് എന്ന് പറയുമ്പോൾ ആടുകളെ നമ്മൾ നയിച്ചുകൊണ്ട് പോകുമ്പോഴല്ലോ ആ ആടുകളെ ആ തോന്നണ വഴിക്ക് അവരെ നയിക്കുന്ന ആളുടെ പുറകെ പോകും. അത് ചിലപ്പോൾ സ്ലോട്ടർ ഇതിലായിരിക്കും ചെന്നെത്തുക, പക്ഷെ എന്നാലും അവരവിടെ ചെന്നെത്തും. പക്ഷെ ഒരു ലയൺ അങ്ങനെയല്ല. ലയൺ ഇസ് എ ലീഡർ. അപ്പൊ നമ്മൾ ആരുടെയും പുറകെ പോകാതെ നമുക്ക് തന്നെ ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം. അതും കൂടി എന്റെ കൂടെ പറയാണ്. അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങളെ സമീപിച്ചാൽ മതി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ദിസ് വണ്ടർഫുൾ ടോക്ക്. നല്ല ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഈ ടച്ചിന്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറഞ്ഞിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊരു നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് വെബിനാറിൽ പങ്കുചേരാനായിട്ട് വന്ന 62, 63 പേരുണ്ട്. അവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരുന്നു. വേണ്ടതെല്ലാം അതിൽ വരും ചെയ്തു. ഡോക്ടർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടേ. ഹലോ. ഡോക്ടറെ, നമ്മള് ഇപ്പം ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കൊരു സംശയം, നമ്മൾ പ്രായമാകുമ്പോഴും ഈ ടച്ചും ഇതുമെല്ലാം ഇതേപോലെ തന്നെ ഇഫക്റ്റ് ഉണ്ടാക്കത്തില്ലേ? ഡെഫിനറ്റ്ലി. ഞാൻ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇടാത്ത എന്താന്ന് വെച്ചാൽ ബിക്കോസ് ടച്ച് ഇൻ ഡെവലപ്മെന്റ് എന്നാണ് ടോപ്പിക് വന്നത്. ഈ ടച്ച് നമ്മള് അമ്മമാരെ നമ്മുടെ അമ്മ വയസ്സായ അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച്, എന്റെ അമ്മ എപ്പോഴും ചോദിക്കായിരുന്നു എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുവോ. ആ ഒരു ഫീലിംഗ് അവർക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് അവർക്ക് തോന്നും. അത് നമ്മൾ ചെയ്യണം. ബിക്കോസ് നമ്മൾ എപ്പോഴും ഇവരെ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഭാഗമാണ്, ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ജസ്റ്റ് ഒരു കൈ ഒന്ന് പിടിക്കുക, ഡെയിലി ഒന്ന് അമ്മ എങ്ങനെയുണ്ട്, ഹൗ ആർ യു, ഓക്കെ, ജസ്റ്റ് ആ ഒരു സെന്റൻസും കൈയും പിടിക്കണം. കൈ അല്ലെങ്കിൽ ഹഗ് ചെയ്യണം, കെട്ടിപ്പിടിച്ച്. അറ്റ്ലീസ്റ്റ് നമ്മൾ കിടക്കും മുമ്പേ ഒന്ന് അമ്മ എങ്ങനെയുണ്ട്, ഓക്കെ, പോട്ടെ, ഒരു ഉമ്മ നെറ്റിയിലൊന്ന് ഒരു ഉമ്മ കൊടുത്താല് ഡെഫിനറ്റ്ലി പ്രായവർക്കും സന്തോഷമായിരിക്കും. ഈ എന്താ പറയുക, അതേപോലെ ഈ ഹലോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പില്ലേ, ഇങ്ങനെ സ്ട്രെയിൻഡ് ആകുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പില് നമ്മൾ കൗൺസിലിനോട് കൂടി ഒപ്പം തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കഴിയുന്നതും ടച്ച് ചെയ്യുക, അടുത്തിരിക്കുക, പ്രോക്സിമിറ്റി, അതൊക്കെ തന്നെ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ്. യെസ്, അതുകൊണ്ടാണ് ആ ഗ്ലാൻഡ് ഇറങ്ങി വന്നാലേ ആ ഫീൽ വരുള്ളൂ. നിങ്ങൾ ഒരു സ്പേസ് ഇട്ടിട്ട് ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ അത് നോട്ട് വെരി ഇഫക്റ്റീവ്. പക്ഷെ ഒന്ന് തലോടി ഒന്ന് ഹഗ് ചെയ്യ്, ആ ഒരു ഹോർമോൺ ഇറങ്ങി വരും. ഈ ആളിന്റെ മനസ്സിലും ഒരു ചേഞ്ച് വരും. ഫോർ യു ഓൾസോ യു ഫീൽ ഹാപ്പി അല്ലെ. വെൻ യു ഹോൾഡ് യു ഓൾസോ വോണ്ട് ടു ഫീൽ, യു ഓൾസോ വോണ്ട് ടു ഗെറ്റ് ഹഗ്ഡ് അല്ലെ. നമുക്ക് അങ്ങനെ തോന്നൂലേ? ഒരു ഹഗ് കിട്ടിയാൽ നമുക്കൊരു നല്ല ഫീലിംഗ് അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു ഹഗ് കിട്ടിയ ഒരു നല്ല ഫീലിംഗ് ആണ്. അങ്ങോട്ട് കൊടുത്താലും നല്ല ഫീലിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഈ ഹോർമോൺ. ഡോക്ടർ, എനിക്ക് ഒരു സംശയം കൂടെ. ഇപ്പൊ നമ്മള് വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോ അവര് പലപ്പോഴും നമ്മളെ ഒരു മെക്കാനിക് ഹലോ കേട്ടില്ല ായിട്ട് വന്ന് ഹഗ് ചെയ്യുകയും ഐ ലവ് യു എന്നിങ്ങനെ കൂടെ ഒരു ആവശ്യവും ഇല്ലാതെയും ഒരു ഫീലിംഗും ഇല്ലാതെ പറയുകയും ചെയ്തല്ലോ മാഡം. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകള് ഹഗ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുമ്പോ ഇറ്റ്സ് ടു മെക്കാനിക്കൽ.
അതായത് അവർക്ക് നമ്മളെ ഒരു പരിചയം പോലും ഇല്ല. പക്ഷെ Yeah, ചുമ്മാ but ആ, too mechanical ആണെങ്കിലും it has an effect. Hello. അങ്ങനെ ഉണ്ടോ എന്നാണ് എനിക്കൊരു അതെ സംശയം. അതെ, it ഉണ്ടാവും. has an effect. Definitely it has an effect. കേക്കാമോ? ഹലോ, കേക്കാം മാം, കേക്കാം കേക്കാം മാം. madam, കേൾക്കാം കേക്കാമോ? കേൾക്കാം ഡോക്ടറെ. കേക്കാം. ഈ സിംപ്ലി അതാ പറയുന്ന, നമ്മൾ വെറുതെ പോയി ഹഗ് ചെയ്ത് ഈ വാക്കുകൾ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് എൻ ഇഫക്റ്റ്. ഡെഫിനറ്റ്ലി ഈ ഹോർമോൺസിന് ചെറിയൊരു ഇഫക്റ്റ് വരും. അത് പിന്നെ ഡെയിലി ആയിട്ട് വരാൻ തുടങ്ങുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് വരാൻ തുടങ്ങും. യു വിൽ ബിക്കം റിലാക്സ്ഡ് ആൻഡ് യു വിൽ ബിക്കം ഹാപ്പി. അപ്പൊ നെക്സ്റ്റ് ഒരു 3-4 ടൈംസ് കാണുമ്പോ യു വോണ്ട് ആ കാണുന്ന ആളിന്റെ ദേഷ്യം ഒന്നും തോന്നൂല. കുറച്ച് കഴിയുമ്പോ അത് റിലാക്സ്ഡ് ആയിട്ട് ഓ ഹീസ് ഓക്കെ എന്നൊരു തോന്നൽ വരും. ബട്ട് ടച്ച് എന്ന് പറയുന്നത് ഒരു വേറെ രീതിയിലുള്ള ടച്ച് വരുമ്പോ ഇറിറ്റബിൾ ആയിട്ട് നമ്മളെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിലേക്കാണ് പോകുന്നത്. ഹോർമോൺസ് വേറെ രീതിയിലായിരിക്കും പോകുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. ഇഫ് ഈസ് കമ്മിങ് ആൻഡ് ടച്ചിങ് യു ഇൻ an awkward way and saying love I love you എന്ന് പറയുമ്പോഴത്തേക്ക് that is not right. അത് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക്. ഡോക്ടർ അങ്ങനെ വരുമ്പോ കോർട്ടിസോൾ ആണോ സെക്രീറ്റ് ചെയ്യുന്നത്? യെസ്, അഗ്രസീവ് വരുമ്പോഴത്തേക്ക് കോർട്ടിസോൾ ആണ് കൂടുതൽ വരുന്നത്. നമുക്ക് അഗ്രഷനും ആങ്കറും ഒക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് കോർട്ടിസോൾ ആണ് ഇറങ്ങി വരുന്നത്. അത് നമുക്ക് ഇറിറ്റേഷൻ തന്നെയാണ്. അത് ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു മാം. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്. മാം, നമ്മൾ ടച്ച് വളരെ ചെറുപ്പത്തിൽ മാഡം പറഞ്ഞു അമ്മയുടെ ഗർഭപാത്രത്തിൽ തൊട്ട് അത് കൊടുക്കേണ്ടിയിരിക്കുന്നുവെന്ന്. പല അമ്മമാരോടും സംസാരിക്കുമ്പോൾ അവൻ ചവിട്ടുമ്പോൾ എനിക്ക് ദേഷ്യമാ വരിക. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഗർഭപാത്രത്തിൽ കിടന്ന് കുട്ടി ചവിട്ടുന്ന സമയത്ത് അമ്മ സന്തോഷവതിയായിരിക്കുമ്പോഴോ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അമ്മയും കുഞ്ഞും തമ്മിൽ. അപ്പോഴാണ് ആ വയറിന് പുറത്ത് വളരെ ചെറിയ ടച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് ഇഫക്റ്റീവായിട്ട് അനുഭവപ്പെടും. അത് ശരിയല്ലേ മാം? അതെ അതെ, വളരെ ശരിയാണ്. നമ്മള് ആക്ച്വലി ബേബി നമ്മുടെ വെളിയിലത്തെ സ്റ്റിമുലേ നന്നായിട്ട് പെർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ സംസാരിക്കുമ്പോൾ കുഞ്ഞിന് അച്ഛനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അച്ഛൻ എന്നും ഇങ്ങനെ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോ ആ വോയിസ് കുഞ്ഞിന് മനസ്സിലാവും. അങ്ങനെയാണ് കുട്ടിക്ക് ഇൻ യൂട്രോ ഇറ്റ് സെൽഫ് അതിന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അവിടെ തടോടിയാൽ, അച്ഛനും വയറ്റിലും ഇങ്ങനെ പിടിച്ചാല് തടോ ചെയ്താല് ഡെഫിനറ്റ്ലി കുഞ്ഞിന് പോസിറ്റീവ് ഇഫക്റ്റ്. അത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതിന്റെ അച്ഛനെ അറിയാൻ പറ്റും. ഇഫ് ദ ഫാദർ ഓൾസോ ടോക്സ്, ദാറ്റ് ഡെഫിനറ്റ്ലി ഹാസ് എൻ ഇമ്പാക്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അതല്ലേ പറയുന്നത്, നമുക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള മദേഴ്സ് ഷുഡ് നോട്ട് തിങ്ക് ബാഡ്. അവരോട് വഴക്ക് പറയരുത്, അവരോട് ഇങ്ങനെ സങ്കടപ്പെടരുത് എന്നൊക്കെ പറയുന്ന ഒരു റീസൺ ആണ്. ഡോണ്ട് ഷൗട്ട് അറ്റ് ദം, വഴക്ക് പറയരുത് എന്നൊക്കെ പറയുന്ന ഒരു റീസൺ അതാണ്. ബിക്കോസ് ആ ബേബി അത് പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്ത് അഗ്രസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയി പോകും. നമ്മള് ഇതിന്റെ കൂടെ ടച്ച് കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാല് അതൊരു അഗ്രസീവ് നേച്ചർ ആവും കൊച്ചിന്. മാം, ഒരു കാര്യം കൂടി, ഈ കങ്കാരു ടച്ച്, അതിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു തരാമോ? ഓക്കെ, കങ്കാറു കെയർ ആക്ച്വലി ബൈ ആക്സിഡന്റലി കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, കൊളംബിയയില് നിറച്ചിങ്ങനെ ബേബീസ് വന്നുകൊണ്ടിരുന്നപ്പോഴ്, പ്രീടേം ബേബീസ് വന്നുകൊണ്ടിരുന്നപ്പോഴ് അവർക്ക് ഇൻക്യുബേറ്ററോ അങ്ങനെയൊന്നും, എല്ലാം ഔട്ട് ഓഫ് they didn't have incubators. അപ്പൊ ഡോക്ടർ ഭയങ്കര ഡെസ്പറേറ്റ് ആയി. കുഞ്ഞുങ്ങൾ മരിച്ചു പോവാണ് വിത്തൗട്ട് എ പ്രോപ്പർ കെയർ എന്ന് വിചാരിച്ചു വന്നപ്പോ ആ ഡോക്ടറിന് ഒരു തോന്നൽ വന്നു, എന്റെ അമ്മയുടെ കൂടെ കെടുത്തിയാല് ശരിയാവൂന്ന്. അപ്പൊ ഒരു ഐഡിയ കിട്ടി, ഈ അമ്മയുടെ ഉള്ളില്, മീൻസ് ബെയർ സ്കിന്നില് ഉള്ളില് നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയാണ്, നമ്മുടെ ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ലൂസായിട്ട് ഒരു ഗൗൺ ഇട്ടിട്ട് കുഞ്ഞിനെ അകത്ത്
കിടത്തി, മീൻസ് ഇങ്ങനെ കിടക്കുന്ന പൊസിഷനിൽ കിടത്തി കുഞ്ഞിന് ഉടുപ്പൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് സ്നഗ്ഗി മാത്രം മതി കിടത്തിയിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, നമുക്ക് ഹോൾഡ് ചെയ്യാം. തലയിൽ വേണമെങ്കിൽ തൊപ്പി ഇടാം, തല മാത്രം കുറച്ചുകൂടെ പൊക്കി വെച്ചിട്ട് കുഞ്ഞ് താഴേക്ക് ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ സൈഡ് വേസ് ആക്കി കൊച്ചു ഫേസ് ചെയ്യുന്ന നമ്മുടെ ബോഡി ഫേസ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ വച്ചാല് അത് ഒരു 6 to 12 hours അങ്ങനെ കിടന്നാല് കൊച്ചു പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും, വലുതാവും, ആൻഡ് ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല. അങ്ങനെയാണ് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ ആശുപത്രിയിലും NICUയിലും ഇങ്ങനെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പിള്ളേർ ഇങ്ങനെയാണ്. തീരെ കുഞ്ഞ് 1.6 ലെസ് ദൻ 1 kg ഉള്ള പിള്ളേര് പെട്ടെന്ന് വലുതായി 2 weeksനുള്ളിൽ വെയിറ്റ് ഗെയിൻ നല്ലോണം വരും. ഈ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് അമ്മയുടെ ബോഡിയിൽ മാത്രമല്ല അച്ഛനും ചെയ്യാം. ബനിയന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് നടക്കാം. എനിബഡി ക്യാൻ ഡു ദാറ്റ്. ആ ഒരു ടച്ചിന്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഈ കങ്കാറു മദർ കെയർ എന്നൊരു കൺസെപ്റ്റ് വന്നത്. ഇപ്പൊ എല്ലായിടത്തും ഇതാണ് കൂടുതൽ. ഇൻക്യുബേറ്റർ ഒക്കെ നമ്മൾ ഇങ്ങനെ തള്ളുകയാണ്, ഇറ്റ്സ് ഓൾ മെക്കാനിക്കൽ. അതിങ്ങനെ പുഷ് ചെയ്ത് ഈ ഒരു കങ്കാറു കെയർ മാത്രം ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ. മറ്റേതൊക്കെ ഇൻക്യുബേറ്ററിലൊക്കെ വെരി ഇങ്ങനെ ഒട്ടും തീരെ സിക്കായിട്ടുള്ള പിള്ളേർക്കാണ് നമ്മളത് എടുക്കുന്നത്. മോമെന്റ് ആ സിക്നസ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കൊച്ചു ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കങ്കാറു മദർ കെയറിലാണ് ഞങ്ങൾ പോകുന്നത്. അമ്മയ്ക്ക് കംഫർട്ടബിൾ ആണ്. അമ്മയ്ക്ക് ചില അമ്മമാർക്ക് പേടിയൊക്കെയാണ്, പക്ഷെ ഞങ്ങള് ഫാദറിനെയും കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഫാദർ ഓൾസോ ഹാപ്പി ആവും ഇങ്ങനെ കുഞ്ഞിനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാനേ. അതൊരു ഫീലിംഗ് ആണ്, നല്ല ഫീലിംഗ് ആണ്. അവര് എല്ലാരും ഹാപ്പി ആയിട്ട്. ചില മദേഴ്സ് ഭയങ്കര ടെൻസ്ഡ് ആണ്, അവർക്ക് പേടിയായിരിക്കും. പക്ഷെ നമുക്ക് ആ കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇങ്ങനെ നഴ്സുമാരെ നിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരും കോൺഫിഡന്റ് ആയി തുടങ്ങും. അതാണ് ഏറ്റവും നല്ല രീതി. ഏത് ബേബി ആണെങ്കിൽ, പ്രീടേം ബേബി ആണെങ്കിൽ വലിയ ബേബി ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ടച്ച് കൊടുക്കാൻ പറ്റും, ബെറ്റർ ഡെവലപ്മെന്റ് കൊടുക്കാൻ പറ്റും. മാമേ അതില് കണ്ടിന്യൂസ് ആയിട്ട് എത്ര അവേഴ്സ് അങ്ങനെ പിടിച്ച് അങ്ങനെ 6 hours ഇന്റർമിറ്റന്റ്ലി അങ്ങനെ 6 hours to 12 hours ഡെയിലി കൊടുത്താല് നല്ല ഇംപ്രൂവ്മെന്റ് വരും. ആർക്കും മാം കുറച്ച് സ്റ്റക്കായി പോയി. വരെയായിരിക്കും. അതെ, റേഞ്ച് പ്രശ്നമായിരിക്കും. ഡോക്ടർ അമ്മയ്ക്ക് ചെയ്യാം, ആർക്കും എനിക്ക് ചെയ്യാം. ഈ ടൈപ്പ് ഫാദർ ആണ്. ഇടയ്ക്ക് സ്റ്റക്കായി പോയിരുന്നു. ഹലോ ഡോക്ടർ, കേൾക്കാമോ? കേൾക്കാം. വേറെ ആരോ അൺമ്യൂട്ട് ചെയ്യാത്തുണ്ട് കേട്ടോ. ആരോ ഒന്ന് അൺമ്യൂട്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ മാം, നല്ല അറിവുകളാണ് കിട്ടിയത്, പ്രത്യേകിച്ച് കങ്കാരു. താങ്ക് യു വെരി മച്ച്. ഓക്കെ മാം, ഈ സ്കിൻ ഡിസീസും അങ്ങനെ ഈ സോറിയാസിസ് പോലെയുള്ള ഡിസീസും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇങ്ങനെ ടച്ച് അതിന്റെ ഒരു പ്രതിവിധി എന്നല്ല, നല്ലതാണ്. യെസ്, ഇറ്റ് ഈസ്. എല്ലാ സ്കിൻ ഡിസീസ് ഇംപ്രൂവ് ചെയ്യുന്ന ടച്ച് ചെയ്താൽ ഇംപ്രൂവ് ചെയ്യും. ടച്ച് ചെയ്യാത്ത കാര്യമായിരിക്കാം ഈ ഒരു ഡിസീസ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് യു ഹാവ് എ ഗുഡ് ടച്ച്, ഈ ഡിസീസ് ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തിട്ട് ഡിസീസസ് വിൽ നോട്ട് കം. ടച്ച് ലാക്ക് ചെയ്യുന്നോണ്ടാണ് ഇങ്ങനത്തെ ഡിസീസ് വരുന്നത്. പിന്നെ ദർ ഇസ് പ്രൂഫ് ഈ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്കിൻ ഡിസീസസ് ഓൾസോ ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ കൈന്റെ റിപ്രസെന്റേഷൻ ഇഷ്ടം
അറിയാലോ അല്ലെ, ഓരോ ഭാഗമായിട്ട് ഹാർട്ടും സ്കിന്ന് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഹാൻഡിലുണ്ട്. അപ്പൊ അതില് മസാജ് ചെയ്താലും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇഫ് യു ട്രൈ ദിസ് ഇൻ എനി ഡിസീസ്, ഈവൻ നമുക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ, തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ, ഈ ഒരു മസാജിങ് ചെയ്താല് നല്ലൊരു ഇഫക്റ്റ് കാണും. റെഗുലർ ആയിട്ട് ചെയ്യണം, അത് വിത്തൗട്ട് ഫെയിൽ ഡെയിലി ഇങ്ങനെ ചെയ്താൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി ദർ ഇസ് എൻ ഇംപ്രൂവ്മെന്റ്. അത് വലിയൊരു ഇൻസൈറ്റ് ആണ് അല്ലേ മാം? ഏതാ? അല്ല, അത് വലിയൊരു ഇൻസൈറ്റ് ആണെന്ന് പറയാം. നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമല്ലോ, ഇങ്ങനെ കയ്യില് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ there are spots in the hand. നമ്മുടെ എല്ലാ ഭാഗങ്ങള്, ഈവൻ കാലിന്റെ സോളിന്റെ ഭാഗമൊക്കെ. And there are pictures of this. I didn't upload any picture or anything. I just thought I will talk only. അല്ലെങ്കിൽ I could have shown you those pictures. You can get it from the net also. Netil ingante nammade representation, internal organ representation on the palm and the sole. Avade ingane rub ചെയ്ത് massage ചെയ്ത there is a effect. There is a improvement in any problem. Even if it is diabetic, even if it is thyroid. ടച്ച് തെറാപ്പി എന്ന് പറയുന്ന അതാണ്. നമ്മുടെ കൈകൾ തമ്മിൽ ഇങ്ങനെ നല്ല സ്പീഡിൽ കൂട്ടി വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് നമുക്ക് മാറി കിട്ടും. യെസ്, ദാറ്റ് ഇസ് വൺ വേ ഓഫ് ടച്ച്. ഇറ്റ് ഇസ് നമ്മുടെ എല്ലാ ഓർഗൻസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹോർമോൺസ് ഇറങ്ങി വരും. അന്നേരം നമ്മുടെ സ്ട്രെസ് അങ്ങ് കുറയാൻ തുടങ്ങും. ദിസ് ഗുഡ് ഹോർമോൺസ് ലൈക്ക് ഡോപ്പമിൻ, സീറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹോർമോൺസ് ആണ്. നമ്മുടെ അങ്ങനെ ആ ഒരു ഇത് സ്റ്റിമുലേഷൻ കൊടുത്താല് ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ സൂത്തനിങ് ഇഫക്റ്റ്. പെയിൻ അല്ല, വൺസ് യു ഗിവ് പെയിൻ ടു അവർ ബോഡി, യു കനോട്ട് അത് സ്ട്രെസ് ഹോർമോണിലേക്ക് പോകും. ദാറ്റ് വിൽ നോട്ട് ഗിവ് യു എ റിലീഫ്. നമ്മൾ ഈ ഹേർട്ട് ചെയ്യാതെ സൂത്തനിങ് വേ ഓഫ് ടച്ച് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ നേച്ചർ ഓഫ് ടച്ച് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ മാന്തലോ സ്ക്രാച്ചിങ് അല്ലെങ്കിൽ പെയിൻ തരുന്ന ഒരു ടച്ച് ആണെങ്കിൽ യു വിൽ റിലീസ് ഓൺലി സ്ട്രെസ് ഹോർമോൺ, നോട്ട് ദ ഗുഡ് ഹോർമോൺസ്. കുറച്ച് സമയം കൂടി ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഈ വർക്ക്ഷോപ്പ് ഇതേ സമയത്ത് തന്നെയാണോ 26 തൊട്ട് തുടങ്ങുന്ന വർക്ക്ഷോപ്പ്? അതെ, 8:30 to 9:30 3 days ആണ്. ഓക്കെ. സാറ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടോ? ഞാൻ ഇന്ന് വന്നു പെട്ടതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ട്. സുജിത് സാർ, കൊല്ലത്തെ സുജിത് സാറാണ് എനിക്ക് തന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ സൂമില് ക്ലാസ് കൊടുക്കുന്ന ആളാണ്. ഒരു സൈക്കോതെറപ്പിസ്റ്റ് ആണ് ഞാൻ, പാലക്കാടാണ്. ഞാൻ ഈ സബ്ജക്ട് കണ്ടപ്പോ എനിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ അതിലേക്ക് കയറി വന്നതാണ്. ഞങ്ങൾക്ക് എല്ലാ മന്തിലും ഉണ്ട്. എല്ലാ മന്തിലും ഇങ്ങനെ ഒരു ഫ്രീ സെഷൻ ഉണ്ട്, മിഡിൽ ഓഫ് ദ മന്ത്. ഓക്കെ. മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാം സർ. നല്ലൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു. ഡോക്ടർ മൊബൈലൊക്കെ ഫ്രണ്ടിൽ. ഡോക്ടറുടെ സ്ഥലം എന്ന് പറയുന്നത് റേഞ്ച് ഇച്ചിരി പ്രശ്നമാണേ. അതെ, അതൊരു ഒത്തിരി പ്രോബ്ലം ഉള്ള സ്ഥലമാണ്. അപ്പൊ ഈ എഫേർട്ടിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും നമുക്ക് ഇങ്ങനത്തെ കൊച്ചു ടോപ്പിക്, കാരണം എന്നുവെച്ചാൽ കുറച്ച് സമയം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി. അതുകൊണ്ടല്ലേ കറക്റ്റ് നമ്മളിപ്പോ പറയൂലോ 20-25 മിനിറ്റ്സിൽ ക്ലാസ് നിർത്തണം എന്നൊക്കെ അല്ലേ? അതിന്റെ ഉണ്ടായിരുന്നു ആ ടച്ചിന്. അതുപോലെ തന്നെ ഇന്ററാക്ഷനില് മാമിന് കൂടുതൽ പറയാൻ പറ്റിയല്ലോ. അപ്പൊ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട്, 9:30 വരെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഞാൻ ഗിരീഷാണ്, ബോംബെന്ന്. ഉഷഡാമ്മോനാണ്. ഇല്ല, ഞാൻ ഇതിനു മുമ്പ് കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് കേൾക്കാറുള്ളത്. ഞങ്ങൾ എപ്പോഴെങ്കിലും സുഹൃത്തുക്കൾ പിരിയുന്ന സമയത്ത്
പക്ഷെ ടച്ചിന് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് അതിന്റെ ഒരുപാട് ഉള്ളറ രഹസ്യങ്ങൾ അറിഞ്ഞു നിന്നാണ്. വളരെ താങ്ക് യു. ഓക്കെ. മാം, ഈ ADHD കാണിക്കുന്ന കുട്ടികള് അവരുടെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ടച്ചിന്റെ അഭാവമാണോ അങ്ങനെ ഒരു സ്വഭാവം അവരിൽ കിട്ടിയത്? യെസ് ഡെഫിനറ്റ്ലി. ആ കൊച്ചിന്റെ ഹിസ്റ്ററി എടുത്താല് ഇത് കുട്ടിയുടെ റിയാക്ട് ചെയ്യുന്ന അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള അമ്മ ആയിരിക്കും ആ വീട്ടിലിരിക്കുന്നത്. അമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ അമ്മയ്ക്ക് കൂടുതൽ വീട്ടില് സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോകുന്നത്. ഈ കുഞ്ഞിന് അമ്മയുടെ ടച്ച് വേണോന്നായിരിക്കും ഈ കുഞ്ഞിന്റെ ഒരു ഫീലിംഗ് അങ്ങനെ ആയിരിക്കുള്ളൂ. അത് ഡിപ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അത് ദിസ് മേക്സ് മദർ മോർ ആംഗ്രി. Actually the mother also should be counseled. അമ്മേനെ കൗൺസിൽ ചെയ്ത് ഹൗ ടു ഹാൻഡിൽ ഹർ അറ്റൻഷൻ ഡെഫിസിറ്റ് ചൈൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തുടങ്ങും ട്രീറ്റ്മെന്റ്. അവിടെയാണ് അമ്മയ്ക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുമ്പം ഈ കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി നോർമൽ ആയിട്ട് വരാൻ തുടങ്ങും. നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു അഗ്രസീവ് ഉള്ള കുട്ടീനെ വെറുതെ ഒന്ന് ഹഗ് ചെയ്താൽ മതി. ഒന്ന് ഹഗ് ചെയ്ത, 1 മിനിറ്റ് ഹഗ് ചെയ്ത, അതിന് ദേഷ്യപ്പെടാണ്ട് അവന് കുറെ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. പല നോട്ടി കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിനെ അടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്താൽ മതി. ഒന്നും വർത്താനം പറയണ്ട. ഹഗ് ചെയ്ത് അവന്റെ ഫീലിംഗ് വരും. ആ ഫീലിംഗ് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവന്റെ അഗ്രഷൻ കുറയും, അവന്റെ ഹാർട്ട് റേറ്റ് കുറയും, അവന്റെ റെസ്പിറേറ്ററി റേറ്റ് കുറയും. ആ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഡൗൺ ആവും. അവന്റെ ഈ സൂതനിങ് ഹോർമോൺ കയറി വരുമ്പോ ഒരു ശാന്ത സ്വഭാവമുള്ള കുഞ്ഞ് ആയിത്തീരും. അത് നമ്മുടെ ആക്ച്വലി പാരന്റിങ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റില് നമ്മള് പാരന്റ്സിനാണ് ആക്ച്വലി കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ബൈ പണിഷിങ്, നോട്ട് ബൈ എന്താ പറയുക ഹിം സ്കൂളിംഗ്. നമുക്ക് ഹഗ് ചെയ്താൽ മതി, ഒറ്റൊരു ഹഗ് കൊടുത്താൽ മതി, കുഞ്ഞ് ഓക്കെയാവും. മിക്കവാറും ആ കുട്ടി മൂഡ് ചേഞ്ചസ് ഓരോ സെക്കൻഡിലും ചിലപ്പോ മൂഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി നാച്ചുറലി നമുക്ക് എല്ലാവർക്കും ദേഷ്യമാണ് വരുന്നത് അല്ലെ. നമുക്ക് നാച്ചുറലി ഹ്യൂമൻ ഫീലിംഗ് ആണ് ദേഷ്യം. ബട്ട് എനിക്ക് തോന്നുന്നു ഇഫ് യു തിങ്ക് ഈ ഒരു കാര്യം നോളജ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈ കുഞ്ഞിനെ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഹോപ്പ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും, അമ്മമാർക്കും അച്ഛന്മാർക്കും ഡെഫിനറ്റ്ലി യു ക്യാൻ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹോപ്പ്. ട്രൈ യു ക്യാൻ ഓൾവേസ് ട്രൈ. ഇത് ഒറ്റ ദിവസത്തിലല്ല നടക്കുന്ന, ഡെയിലി ഉള്ള കാര്യങ്ങൾ. ഡെയിലി ഹഗ് ചെയ്ത് ഡെയിലി ഒരു 3-4 months കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് നല്ല ശാന്ത സ്വഭാവമുള്ള കുഞ്ഞായിട്ട് മാറും. എല്ലാ അഗ്രസീവ് ചിൽഡ്രൻ എല്ലാരും അവരെ സ്കോൾഡ് ചെയ്യാണ്ട് നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ, അപ്പൂപ്പനായിരിക്കും അമ്മൂമ്മയായിരിക്കും എല്ലാരെയും കുഞ്ഞിനെ കുറ്റം പറഞ്ഞ് ഈ കുഞ്ഞിന് ഈ അഗ്രഷൻ കൂട്ടി അവന്റെ ഹോർമോൺസ് നല്ല ടോപ്പ് ലെവലിലേക്ക് അങ്ങ് വിടുകയാണ്. അപ്പൊ ആ രീതിയിലല്ലേ കുഞ്ഞ് വളരുള്ളൂ. അവന്റെ ഫോൾട്ട് അല്ല, സറൗണ്ടിങ് ആൾക്കാരുടെ ഫോൾട്ട് ആണ്. കുഞ്ഞ് ഒരിക്കലും ഫോൾട്ട് അല്ല. എപ്പോഴും ഫോൾട്ട് വരുന്നത് ഔട്ട്സൈഡ് സ്റ്റിമുലസ് ആണ്. ദാറ്റ് ഈസ് ഫാദർ, ഗ്രാൻഡ് ഫാദർ, മദർ, എല്ലാവരും അവരാണ് മെയിൻ പ്രോബ്ലം പീപ്പിൾ. ഈ കൗൺസിലിങ്ങിന് വരുമ്പോ കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി ദേ ആർ വെരി ഇന്നസെന്റ്. അത് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്താലേ ഇവിടെ ശരിയാവുള്ളൂ. ആസ് സച്ച് കുഞ്ഞുങ്ങൾ ഒരിക്കലും ബാഡ് ആവില്ല. എന്തോ ഒരു സ്റ്റിമുലസ് കിട്ടിയത് കൊണ്ടല്ലേ ആ കുഞ്ഞ് അങ്ങനെ ആവുന്നത്. ഈ ഒരു സ്റ്റിമുലസ് വരുന്നത് ഈ ഹോർമോണൽ ചേഞ്ചസ് വരുത്തും. പിന്നെ അഡോളസൻസിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു ബസ്റ്റ് ഓഫ് ഹോർമോൺസ് ആണ്. ഈ വളർച്ചയുടെ ഹോർമോൺസ് വരും, ഈ ഹോർമോൺ വരും. ആകെ ഒരു എന്താ പറയുന്ന ടോട്ടലി ഡിസാസ്റ്റർ ആണ് കൊച്ച്. അപ്പൊ അകന്ന് തന്നെ പോകും. ആ ഒരു സ്റ്റേജിലേക്ക് പോകും. ഹേറ്റ്രഡും ദേ വോണ്ട് ലൈക്ക് യു അറ്റ് ഓൾ. ഒരു അഫെക്ഷൻ ഒന്നും തന്നെ കാണൂല. ഒരു ഹേറ്റ്രഡ് ആയിരിക്കും. സെക്ലൂഡഡ് പേഴ്സൺ ആയിരിക്കും. ഡിപ്രസ് പേഴ്സണാ. ഇങ്ങനത്തെ പേഴ്സൺ കനോട്ട് ലിവ് ഇൻ ദിസ് വേൾഡ്. ഇറ്റ് ബി വെരി ഡിഫിക്കൾട്ട്. കൃത്യമായ ഹഗിങ് മാത്രമാണ്. ഞാൻ ഹജീഷാണ്. അജീഷ പറഞ്ഞോളൂ.
I wanted to ask some doubt. Yes. Like ഇപ്പം പാരന്റിങ്ങിലൂടെ അത് മാറ്റാം നമുക്ക് ADHD പക്ഷെ ജനറ്റിക് ആയിട്ടുള്ള ആ കോസസ് ഉണ്ടാവില്ലേ ബ്രെയിനിലുള്ള അപ്പൊ അതെങ്ങനെ നമുക്ക് അതിനെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എത്രത്തോളം how much percentage? Yeah, how much percentage means I can say there will be 90% chances of improvement with just this proper touch and hugging and what do you call loving behavior. Yeah, love and care to the child. Genetic problems is just theoretical actually. We can improve this child by just doing this. Genetically, that of was course, my doubt. Yeah, you can definitely. Thank you, ma'am. Thank you. Yes. ഒരു സേയിങ് തന്നെ ഉണ്ട്, സാധാരണ കുട്ടികളെ നശിപ്പിക്കുന്നത് പേരൻസും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും കൂടിയാണെന്ന്. Exactly. Everything starts from the cell, from birth, inside the womb. അതുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷൻ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അതെ. So 5 more minutes. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അതെ, ഇപ്പോഴും 45 പേര് നമ്മുടെ കൂടെ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത് കേൾക്കാൻ വരുന്ന നിങ്ങൾ എല്ലാവർക്കും ഒരു നന്ദി കൂടെ പറയാണ്. 60 പേര് കേട്ടെങ്കിൽ 60 കുടുംബങ്ങളിൽ അത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? മെന്റൽ ഹെൽത്ത് കെയർ ഫോർ ഓൾ എന്ന് പറയുന്നത് കണ്ടോ, ആ ഒരു ടച്ചിന്റെ ഇമ്പോർട്ടൻസ് ഡിപ്രഷനും ആങ്സൈറ്റിയിലും സ്ട്രെസ്സിലുമാണ് വന്നു നിൽക്കുന്നത്. മാഡം ഒരു സംശയം ഉണ്ടായിരുന്നു. മാഡം ഒരു സംശയം, പേര് ഉമ്മർ എന്നാണ്. ഈ ടീനേജിൽ വരുന്ന ഈ പ്രോബ്ലംസുകളൊക്കെ ഇതുപോലെ ഈ ടീനേജിൽ വരുന്ന ഈ മൊബൈൽ ഉപയോഗം, അതുപോലെ തന്നെ ഈ ലവ് അഫയേഴ്സിന്റെ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ ഈ ബേസിക്കലി ഈ ടച്ചിന്റെ പ്രോബ്ലം കൊണ്ടാണോ ഉണ്ടാകുന്നത്? ഇവിടെ പിള്ളേര് ഭയങ്കര ബിക്കോസ് ഗ്രോത്ത് കാരണം അവരുടെ ഹോർമോൺസ് കുറച്ചിങ്ങനെ ഹൈ ആയിരിക്കും. ഈ സെക്ഷുവൽ ഹോർമോൺസ് വെരി ഹൈ ആയിരിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. ആ ഏരിയയിൽ അവര് കൂടുതൽ അതിലേക്കാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ബിക്കോസ് ആ ഏജ് കാരണം ഈ ഒരു ഹോർമോൺ ഇവരുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ടാണ് ആ ഫീലിംഗ് വരുന്നത്. ആ ഫീലിംഗ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ വേണ്ടാത്ത വീഡിയോസ് കാണാൻ ഒരു തോന്നൽ. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഹോർമോൺസ് കുറച്ചുകൂടി കൂടുതലേ ആവുള്ളൂ. ഈ ഹോർമോൺസ് കൂടുതൽ വരുമ്പോഴത്തേക്ക് ഫീലിങ്സ് കൂടുതലേ ആവുള്ളൂ. ആൻഡ് ഇങ്ങനത്തെ ഡേഞ്ചർ ലെവൽസിലേക്ക് പോവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ബെസ്റ്റ് ആക്ച്വലി ഇവർക്ക് ഈ മൊബൈൽ കൊടുക്കാതെ ഒന്ന് നോക്കിയാൽ മതി. പാരന്റ്സ് സ്ട്രിക്റ്റ് ആയിട്ട് മൊബൈൽ, ഇപ്പൊ ഇതൊരു മീഡിയ ആണ്, എല്ലാം ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു മീഡിയ ആണ്. ബട്ട് ആ ഒരു സ്ട്രിക്ട്നെസ് ഇല്ലെങ്കിൽ മൊബൈൽ അവരുടെ കയ്യിൽ 20 years കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഈ ടീനേജിന് എന്തിനാ ഈ മൊബൈൽ കൊടുക്കുന്ന? ഓഫ് കോഴ്സ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഈ കുട്ടി നോക്കണം. ഈ നിങ്ങളുടെ ഫ്രണ്ട് റൂമില് ഒരു ടേബിൾ വെച്ച് നിങ്ങൾ എല്ലാവരും സൈഡിൽ ഇരുന്ന് ഈ കുട്ടി മൊബൈലില് ക്ലാസ് കഴിഞ്ഞിട്ട് ആ മൊബൈൽ കയ്യിലേക്ക് ഇങ്ങോട്ട് എടുക്കണം. ബിക്കോസ് ഈ ഒരു പ്രായത്തിൽ പിള്ളേര് ഭയങ്കര ഇന്റലിജന്റ് ആണ്. അവർക്ക് എല്ലാം ചെയ്യാൻ അറിയാം. നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ എല്ലാം ചെയ്യാൻ അവർക്ക് അറിയാം. അതുകൊണ്ട് കുറച്ചുകൂടെ വിജിലന്റ് ആയിരിക്കണം. ഇവരെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല. ബിക്കോസ് അവരുടെ ഹോർമോൺസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ ബെസ്റ്റ് തിങ് ആ സ്റ്റിമുലേറ്റ്, ആ ഒരു ഇങ്ങനത്തെ കാണുന്ന പടങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങള് ഒന്ന് ഒഴിവാക്കിയാല് ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ഒരു സെൻസ് വരും. അവർക്കൊരു റിയലൈസേഷൻ വന്നിട്ട് ഒരു സ്റ്റേബിൾ ആയിരിക്കും. ഈ ഗ്രോയിങ് സ്റ്റേജ് 2-3 സ്റ്റേജസ് ആണ് അഡലസന്റിന്റെ. ആ ലാസ്റ്റ് സ്റ്റേജ് വരുന്നവരെ നമ്മളിങ്ങനെ അവരെ കൺട്രോൾ ചെയ്താലേ പറ്റുള്ളൂ. മീൻസ് നമ്മള് വഴക്കല്ല പറയേണ്ടത്. ഡോണ്ട് ഡു ദിസ് എന്നൊരു വർക്ക് പറഞ്ഞു പോയാൽ അവര് നേരെ ഓപ്പോസിറ്റ് തന്നെയാ ചെയ്യാൻ പോണത്.
സോ അത് ഒരു ടാക്ട്ഫുൾ വഴി വേ മൊബൈൽ പറ്റൂല, മാറ്റി വെക്കുക, ക്ലാസ്സസിന് വേണ്ടി മാത്രം നോക്കുക, നിങ്ങളുടെ മുമ്പിൽ തന്നെ വരണം, ക്ലാസ് എടുക്കണം, ഒരു റൂമിൽ പൂട്ടിയിട്ട് ഒരു പരിപാടിയും സമ്മതിക്കരുത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കുട്ടികൾ ഇങ്ങനെ അഗ്രസീവായി വരാൻ തുടങ്ങി. എസ്പെഷ്യലി ബോയ്സ് ഇങ്ങനെ അഗ്രസീവായി വരാൻ തുടങ്ങുമ്പം ക്രിമിനൽ ആറ്റിറ്റ്യൂഡും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ ഒരു സർജിൽ, ഈ ഒരു സ്റ്റേജില് ഭയങ്കര റാമ്പന്റ് ആണ് ഇപ്പോ, ബിക്കോസ് ഓഫ് ദിസ് യൂസ് ഓഫ് മൊബൈൽ ആൻഡ് എക്സ്പോഷർ. സോ അപ്പൊ ഞാൻ ആസ് എ പാരന്റ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് അവോയ്ഡ് ചെയ്യുക, കയ്യിൽ വെക്കുക. എന്താ പ്രശ്നം? ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് മൊബൈൽ എടുത്ത് വെച്ചാൽ എന്താ പ്രോബ്ലം? ഇവരുടെ കയ്യിലേക്കേ കൊടുക്കരുത് ടു യൂസ്. മറ്റേ വാട്സാപ്പ് ചാറ്റും ഗ്രൂപ്പും എല്ലാം ഉണ്ടാക്കി ഇങ്ങനത്തെയാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കയറി വരുന്നത്, പ്രോബ്ലംസ്. ഇത് ശരിക്കും ഉണ്ട് ഇപ്പൊ, ഭയങ്കര പ്രോബ്ലം ആണ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഭാഗ്യത്തിന് കിട്ടിയ നമുക്ക് രക്ഷപ്പെടാം. അല്ലാണ്ട് പാരന്റിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആൾക്കാരാണ് ഈ ഒരു സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാര്. മാം മാം പറഞ്ഞല്ലോ, നോ പറയുമ്പം നമുക്ക് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൂടി നമ്മൾ കൊടുക്കാൻ പേരന്റ് തയ്യാറായിരിക്കണം. ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരെണ്ണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആവണം. നമ്മളൊന്നുമല്ലേ മാം പറഞ്ഞ മാതിരി ഒരു ഗ്രൂപ്പിങ്ങോ അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ അവരായിട്ട് കളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നോ പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ താങ്ക് യു മാം. ഓക്കെ മാം, അതില് പിയർ പ്രഷർ കൂടെ ഇതിൽ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് വരുമ്പോ അതിലൊരു പിയർ പ്രഷർ കൂടി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പേരൻസിന് ഈ മൊബൈൽ കയ്യിൽ നിന്ന് വിടാൻ യാതൊരു മനസ്സുമില്ല. അപ്പൊ അവര് 3 പേരും 3 മൂലയ്ക്ക് ഇരുന്നിട്ടാണ് ഇത് ഒന്നിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ പേരൻസിന്റെ സൈഡിൽ നിന്ന് മാറിയാൽ തീർച്ചയായിട്ടും കുട്ടി ആ സൈഡിൽ നിന്ന് മാറും. അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ നേരമില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? കുട്ടി ആ കുട്ടിയുടെ കൊച്ചും മൊബൈലുമായിട്ട് അവൻ പോവും. വേറൊരു വിഭാഗം പേരൻസ് ഉണ്ട്, അവർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തത് അല്ലേ? ഒരു വിഭാഗം പേരൻസ് ഒന്നും അറിയാൻ വയ്യ, ഈ കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു വിഭാഗം ഉണ്ട് അതിനകത്ത്. എക്സാക്ട്ലി. കുട്ടികള് ഭയങ്കര സ്മാർട്ട് ആണ് കേട്ടോ. പാരന്റ്സിന് ഒന്നും തന്നെ അറിഞ്ഞൂടാ, അവർക്ക് എല്ലാം അറിയാം. അതിന്റെ ഹൗ ഇറ്റ് വർക്ക്സ്, വൈഫൈ എങ്ങനെ എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ടച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് അടുപ്പിച്ച് നിർത്തുക അല്ലെ? ഈ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ സമയത്ത് നമുക്ക് നെറ്റിനെ അല്ലെങ്കിൽ മൊബൈലിനെ അല്ലെങ്കിൽ ഗൂഗിളിനെ ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ അടുപ്പിച്ച്, കുട്ടീനെ നമ്മളോട് അടുപ്പിച്ച് നിർത്താൻ മാം പറഞ്ഞ പോലെയുള്ള ആ ടച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ കൂടെ കൊണ്ടുവരിക, അതാണ് അവർക്ക് ആൾട്ടർനേറ്റീവ്സ്. മാഡം പറഞ്ഞ ആൾട്ടർനേറ്റീവ്സിൽ പ്രധാനപ്പെട്ടത് അതാണ്. കുട്ടികളും നമ്മളുമായി ഒന്നിച്ച് മുന്നോട്ട് പോവുക. സിമ്പിൾ ബാക്ക് ഫോർ 10 minutes. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അവന്റെ മനസ്സിൽ നിന്ന് ഊരിക്കളയുക. വി ആർ വിത്ത് യു എന്നുള്ളത് അവിടെ നമ്മൾ കൊടുക്കാനായിട്ട് ഓരോ പേരന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ഒരു ഹ്യൂമൻ ഫീലിംഗ് ഉള്ള ഒരു അഡൾട്ടിന്, ഞാൻ പറഞ്ഞ ആ വാക്ക് പിന്നെയും ഞാൻ പറയണു, ഹ്യൂമൻ ഫീലിംഗ് ഉള്ള അഡൾട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കാണുന്ന ഒന്നും ഹ്യൂമൻ ഫീലിംഗ് ഉള്ള അഡൾട്ട് അല്ല. ഹ്യൂമൻ ഫീലിംഗ് ഉണ്ടെങ്കിൽ സ്നേഹിക്കുക, എന്താ പറഞ്ഞ പെൺകുട്ടിയെ കൊല്ലുക, ആൺകുട്ടിയെ കൊല്ലുക, അതൊന്നും സംഭവിക്കില്ല ഒരു ഹ്യൂമൻ ഫീലിംഗ് ഉണ്ടെങ്കിൽ. അവർ അങ്ങനെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ മുതലേ ഇത്തരത്തിൽ രീതിയിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഈ ടച്ചിന്റെയും ഒക്കെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടച്ചൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിലേ പുറത്തെ ടച്ചിനൊക്കെ നമ്മൾ കുട്ടികൾ പോകാതിരിക്കാനുമുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. One more thing I would like to tell you about the touch, which I forgot to tell. ഈ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ടച്ച് ഉണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും ഇങ്ങനെ നെഗറ്റീവ് ടച്ച് എന്തുവാണ്. പുറത്തു പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക്, ഈ ടച്ച് എന്റെ അമ്മ ചെയ്യാറില്ല, എന്റെ അച്ഛൻ ചെയ്യാറില്ല. They can find out the danger touch.
So this is very important also. I forgot to mention this point. This is also very important. അവർക്ക് മനസ്സിലാവാൻ പറ്റും. വേറെ ആരെങ്കിലും ഒരു വേറെ രീതിയിൽ ടച്ച് ചെയ്താല് ഉടനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ വരും, എന്റെ പാരന്റ്സ് ഇങ്ങനെ ടച്ച് ചെയ്യില്ല, എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അങ്ങനെ ടച്ച് ചെയ്യില്ല, ദിസ് ഇസ് സംതിങ് റോങ് എന്നൊരു തോന്നൽ വരും. ആൻഡ് ദേ വിൽ ബി മോർ ഓൺ ഗാർഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം. വൺ മോർ ഇമ്പോർട്ടന്റ് പോയിന്റ് that I forgot to tell. നമ്മുടെ മക്കളെ നോ പറയാൻ കൂടി പഠിപ്പിക്കണം മാഡം. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹെൽപ്പാണത്. നമ്മുടെ കുട്ടികളോട് അവരെ നോ പറയാൻ നമ്മൾ ശക്തരാക്കുക. ഞാൻ പുറകിലുണ്ട്, നീ നോ പറയേണ്ടടുത്ത് പറയണം എന്ന് നിർബന്ധിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇപ്പോഴുണ്ട്. ഈ കറക്റ്റ് ടച്ച് കിട്ടാത്തതുകൊണ്ടാണ് ബസ്സിലെ കിളി ടച്ച് ചെയ്ത് പെൺകുട്ടികളെ മേലോട്ട് കയറ്റി കൊണ്ടുപോകുന്നത്. വീട്ടിൽ ടച്ച് കിട്ടുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടച്ചും ആ ടച്ചും തമ്മിലുള്ള ഡിഫറൻസ് അവർ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ടച്ച് കിട്ടുമല്ലോ. അപ്പൊ ബാഡ് ടച്ച് വരുമ്പോ അവര് നോ പറയും. പറയാനുള്ള ഒരു ലെസൺ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. Thank you, ma'am, and all the participants. എല്ലാവരും വളരെ നല്ല സെഷൻ ആയിരുന്നു. മാഡം താങ്ക് യു. Thank you, madam. Thank you, madam. It was a good class, a wonderful session. Thank you, Princy. Hi, Rasina ma'am. കഴിഞ്ഞോ മീറ്റിംഗ്? who is that? അത് ചിത്ത ചേച്ചിയായിരുന്നു. റസീന മാം എന്തും പറയണ്ടോ? ഡോക്ടർ മിക്ക് അറിയില്ലേ റസീന മാമിനെ? സാൻജോ കോളേജില് സാൻജോ കോളേജില് വന്നിട്ടുണ്ട് മാഡം. സിസ്റ്റർ ഗിൽബർട്ടിന്റെ അടുത്ത്. അതെയോ? ആ അവിടെ വന്നിട്ടുണ്ട് അല്ലേ റസീന മാം? ആ മാം Thank you, ma'am. Thank you. Yeah. Thank you, Usha. Thank you, Alisna. Thank you, Usha, ma'am. Thank you all. Thank you so much. Very informative. ഡോക്ടർ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനത്തെയൊക്കെ ക്ലാസ്സുകൾ എടുത്തു തരിക. അതെ അതെ. എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടെന്ന് എന്നാ മനസ്സിലായത്. ചെറിയ ഒരു 4 അക്ഷരത്തിന്റെ 5 അക്ഷരത്തിന്റെ ഇടയിൽ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതാണ് നമ്മളുടെയൊക്കെ ചെറുപ്പത്തില് നമ്മളെയൊക്കെ നമ്മുടെ പേരൻസ് വളർത്തിയ ആ ഒരു രീതി എന്ന് പറയണത് അങ്ങനെയൊക്കെ തന്നെയല്ലേ? മസാജിങ് ഒക്കെ നമ്മുടെ എണ്ണ തേച്ച് വരുമ്പോ ആലോചിക്കായിരുന്നു ഞങ്ങള് വീട്ടിൽ ചെന്ന് അച്ഛന്റെ മുമ്പിൽ എണ്ണ തേപ്പിക്കാൻ ഇരിക്കണതൊക്കെ. അച്ഛനുണ്ട് എന്തായാലും. അത് തേക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒന്നുകൂടെ കുടിക്കാന്ന് പറയായിരുന്നു. അതിനേക്കാൾ രസകരമായിട്ടുള്ളത് പണ്ട് ഈ പേൻ നോട്ടം എന്നൊരു എക്സസൈസ് ഉണ്ടായിരുന്നു. റൈറ്റ് ടച്ച്. ഇവിടെ പേനൊന്നും ഇല്ല, പക്ഷെ എങ്കിലും ഒന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് ആ മുടി ഇങ്ങനെ മാറ്റി മാറ്റി വിടുമ്പോ ഒരുപാട് ഓർമ്മകൾ ഒരു സെക്കൻഡില് കടന്നു വന്നു. അല്ല ആ പേനുണ്ട്, പണ്ട് കാലത്ത് പേനുണ്ടായിരുന്നു കുറച്ചൊക്കെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ പേനെന്ന് പറഞ്ഞ സാധനത്തിനെ കാണാനില്ല. പണ്ട് ചെറിയ പേനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ചീകി തരിക, അതൊക്കെ അമ്മമാരുടെ ഒരു അല്ലെങ്കിൽ റിസൾട്ടാണ് സാർ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അപ്പൊ വീണ്ടും ഞങ്ങളുടെ ഇനി 12 പോയിന്റ് ഉണ്ട്. വീണ്ടും ഓരോരോ പോയിന്റ്സിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് കൂടെ റിക്വസ്റ്റ് വെക്കുകയാണ്. അടുത്ത പോയിന്റ് പ്രേ ടുഗദർ, പ്ലേ ടുഗദർ ആൻഡ് ഈറ്റ് ടുഗദർ എന്നുള്ളതാണ്. അടുത്ത മാസം നവംബർ 14 ചിൽഡ്രൻസ് ഡേ എന്നാണ് ആ ടോപ്പിക് വരുന്നത്. എല്ലാവരും കേറുക. ശരി, put me the link also. Sure, doctor. Okay, thank you. Okay, thank you all.